തൃശൂർ പാലപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഊരുമൂപ്പന് പരിക്കേറ്റു. കള്ളിച്ചിത്ര സ്വദേശി ഗോപാലൻ എന്ന ഊരുമൂപ്പനാണ് പരിക്കേറ്റത്. ഊരുമൂപ്പനായിട്ടുള്ള കള്ളിച്ചിത്ര സ്വദേശി ഗോപാലൻ കാട്ടിൽ വിറക് ശേഖരിക്കുന്നതിന് വേണ്ടി പോവുകയായിരുന്നു. ആ സമയത്തായിരുന്നു കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. അനീഷ് ആന്റണി ആ പരിസരത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നു. അനീഷ് ആന്റണി. ബനേഷ് 70-കാരനാണ് ഈ ഊരുമൂപ്പൻ ഗോപാലൻ. ഇദ്ദേഹം നടാമ്പാടം കള്ളിച്ചിത്ര ആദിവാസി ഉന്നതിയിൽ ഊരുമൂപ്പനാണ്. ഇദ്ദേഹം ഇന്ന് വൈകിട്ടാണ് വിറക് ശേഖരിക്കാനായി ഒറ്റയ്ക്ക് കാട്ടിലേക്ക് കയറിപ്പോയത്. വിറക് ശേഖരിക്കുന്നതിനിടെ ഒറ്റയാന്റെ മുന്നിൽ അകപ്പെടുകയായിരുന്നു. ഇതോടെ ആന ഗോപാലിന് നേരെ പാഞ്ഞെടുത്ത് തുമ്പിക്കൈ കൊണ്ട് ഗോപാലിനെ അടിച്ചു വീഴ്ത്തി. പിന്നീട് ആന ഗോപാലിനെ ചവിട്ടാനുള്ളൊരു ശ്രമവും നടത്തി. പക്ഷെ അതിൽ നിന്നും ഗോപാലൻ രക്ഷപ്പെട്ട് എണീറ്റ് ഓടി കാടിന് പുറത്തേക്ക് വന്ന് ഊരിലേക്ക് എത്തിയപ്പോഴാണ് ഊര് നിവാസികൾ ഈ ആനയുടെ ആക്രമണ വിവരം തന്നെ അറിയുന്നത്. അപ്പോഴേക്കും ഗോപാലിന്റെ ശരീരമാസകലം രക്തം ആയിരുന്നു. ഊരുമൂപ്പനെ ഊര് നിവാസികളെല്ലാവരും ചേർന്ന് പ്രദേശത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം എത്തിച്ചു. പക്ഷെ പരിക്ക് സാരമുള്ളതിനാൽ ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഗോപാലൻ ഇപ്പോൾ ചികിത്സയിലാണ്. ബനേഷ്, സർവം രക്തമയമാണ്. ഗോപാലൻ്റെ ആ ചിത്രം അനീഷ് ആന്റണി അയച്ചു തന്നിരിക്കുന്നത് തന്നെ കണ്ടാൽ അറിയാം. അത്രമേൽ രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണമാണ് നടന്നിട്ടുള്ളത്. കാട്ടാന തുമ്പിക്കൈ കൊണ്ട് ആക്രമിക്കുകയും മറ്റും ചെയ്തു. ചവിട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു. തുമ്പിക്കൈ കൊണ്ട് ആക്രമിച്ചു. പക്ഷേ കൊമ്പുകൊണ്ട് കുത്തിയിട്ടുണ്ടോ എന്നറിയില്ല. അത്രയധികം രക്തം വന്നിരിക്കുന്നു. എന്തായാലും തുടരുന്ന വന്യജീവി ആക്രമണത്തിൻ്റെ പുതിയ വാർത്തയാണ് തൃശൂർ പാലപ്പള്ളിയിൽ നിന്ന് വരുന്നത്. കാട്ടാനയുടെ ആക്രമണത്തിൽ ഊരുമൂപ്പന് പരിക്കേറ്റിരിക്കുന്നു. കള്ളിച്ചിത്ര സ്വദേശി ഗോപാലനാണ് പരിക്കേറ്റിരിക്കുന്നത്. കാട്ടിൽ വിറക് ശേഖരിക്കുന്നതിനിടെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. അനീഷ് ആന്റണിയാണ് വിവരങ്ങളും വാർത്തയും നൽകിയത്. സംസ്ഥാനത്ത് ഇന്ന് 10 പേർക്ക്